ബീഫിലേക്ക് ആദ്യം 2-3 ഉലുവ ഇടും. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ കടുക്. ഇത് കാസ്റ്റ് അയണിൻ്റെ പാത്രമാണ്, ഇതിനകത്താണ് നമ്മൾ. ഇതിന് ശേഷം കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കിന് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള. കൊച്ചുള്ളി എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പം എൻ്റെ കയ്യിൽ കൊച്ചുള്ളി ഇല്ല, അതുകൊണ്ട് ഞാൻ സവാള എടുത്തു. ഇതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്തിടുന്നു. സ്പൈസസ് ആയിട്ട് എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ പെരുംജീരകം, വലിയ ജീരകം, ഒരു 3 ഏലക്ക, ഒരു 3-4 ഗ്രാമ്പു. ഇപ്പം നമ്മൾ കാണിച്ച മസാലയില്ലേ, മസാല എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. നമ്മുടെ ഉള്ളിയൊക്കെ ശരിക്കും നല്ലതുപോലെ വഴണ്ട് വന്നു. നമ്മുടെ ഇട്ട തേങ്ങാക്കൊത്ത്, ഉള്ളിയൊക്കെ. ഇതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന മസാല അങ്ങ് ചേർക്കാം. മസാല ശരിക്ക് വഴണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്കിടാം. ഇനി നമ്മുടെ ഇറച്ചിയിലേക്ക് നമ്മൾ തേങ്ങ വറുത്തരച്ച് ഇടുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ വറുത്തതും 1 ടീസ്പൂൺ അപ്പം ഞാൻ അരച്ചുകൊണ്ട് വന്നത് കണ്ടോ, നല്ല വെണ്ണ പോലെ അരഞ്ഞു. അത് ഇതിനകത്ത് അരച്ചത് മല്ലിപ്പൊടി, മുളക് പൊടി, 1 സ്പൂൺ പെരുംജീരകം. ഇപ്പം നമ്മുടെ ബീഫിൻ്റെ കളറ് കണ്ടോ, ഒരു 10 മിനിറ്റ് ആയി. കണ്ടോ ബീഫിൻ്റെ കളറ്. ഇതിലേക്ക് നമ്മൾ വറുത്ത് അരച്ച മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു പോയായിരുന്നു, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇപ്പം നമ്മുടെ ബീഫിൻ്റെ കളറ് കണ്ടു, വറുത്തരച്ചത് ഇപ്പോഴാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം അങ്ങ് ഒഴിക്കുക. ഇനി ഏകദേശം ഞാനൊരു 1.25 കപ്പ് വെള്ളമോളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ അടിയിൽ വെള്ളമുണ്ട്. ഇപ്പോഴും ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പം നമ്മുടെ ബീഫ് നല്ലപോലെ വെന്തു, എണ്ണയൊക്കെ തെളിഞ്ഞു. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇപ്പോൾ ആഡ് ചെയ്തു. ബീഫ് റെഡി ആയിട്ടുണ്ട്.